എല്ലാവർക്കും റെയിൽ വൈബ്സ് സുൽത്താനിക്കത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അനദർ ടൈപ്പ് ഓർഡിനറി ടിക്കറ്റാണ്. അപ്പോൾ വേറൊരു ടൈപ്പ് ഓർഡിനറി ടിക്കറ്റാണ് കേട്ടോ. എന്ന് വെച്ചാൽ അൺറിസർവ്ഡ് ടിക്കറ്റ് എന്നും പറയും. അപ്പോൾ നമുക്കിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ശുഭയാത്ര ഹാപ്പി ജേർണി എന്നാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ത്യൻ റെയിൽവേൻ്റെ ഒരു ലോഗോ ഉണ്ട്, ഒരു സർക്കിൾ ഷേപ്പിൽ. പിന്നെ ഇവിടെ QR കോഡ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ IMC നമ്പർ എഴുതിയിട്ടുണ്ട് 98611030. പിന്നെ ഇവിടുത്തെ സെക്കൻഡ് മെയിൽ എക്സ്പ്രസ് ജേർണി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ എവിടെ നിന്ന് എവിടെ വരെ യാത്രയാണ് എഴുതിയിട്ടുണ്ട്. ഫെറോക്ക് ടു എറണാകുളം ടൗണിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ KM എന്ന് വെച്ചാൽ കിലോമീറ്റർ. ഫെറോക്കിൽ നിന്ന് എറണാകുളം ടൗണിക്ക് കിലോമീറ്റർ 181 ആണ്. പിന്നെ ഇവിടുത്തെ വയ എഴുതിയിട്ടുണ്ട്. വയ എന്ന് വെച്ചാൽ നമ്മൾ പോണ ട്രെയിൻ റൂട്ട് ഏതാണ്, SRRTCR എന്ന് വെച്ചാൽ ഷൊർണൂർ ജംഗ്ഷൻ തൃശ്ശൂർ. പിന്നെ ഇവിടെ അഡൽട്ട് എഴുതിയിട്ടുണ്ട് 1. പിന്നെ ചൈൽഡ് എഴുതിയിട്ടുണ്ട് 0. പിന്നെ കോമൺസ് ജേർണി വിത്തിൻ 3 hours ഓർ ഡിപ്പാർട്ട് ഫസ്റ്റ് ട്രെയിൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ UTS നമ്പർ എഴുതിയിട്ടുണ്ട് C1Q0DWE150 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ റുപ്പീസ് എഴുതിയിട്ടുണ്ട് 75 റുപ്പീസ് മൈനസ് എന്നാണ്. പിന്നെ ഇവിടുത്തെ പേ മോഡ് എഴുതിയിട്ടുണ്ട് ക്യാഷ്. പിന്നെ SSC നമ്പർ എഴുതിയിട്ടുണ്ട് 996421. പിന്നെ ഇവിടെ IR നമ്പർ എഴുതിയിട്ടുണ്ട് 32AAAGM0289C1ZS എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ R22136 എന്ന് എഴുതിയിട്ടുണ്ട്. അതറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 26/9/2024. പിന്നെ ഇവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 8/8/57. പിന്നെ ഇവിടെ FK എഴുതിയിട്ടുണ്ട്. FK എന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുത്ത സ്റ്റേഷൻ്റെ കോഡ്. ഈ നമ്മൾ ടിക്കറ്റ് എടുത്ത സ്റ്റേഷൻ്റെ കോഡാണ് FK എന്ന് പറയുന്നത്. FK എന്ന് വെച്ചാൽ ഫെറോക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ കോഡാണ്. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് ഫെറോക്ക് എന്നാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇവിടെ W21 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ AMC 98611030. അത് മേലുള്ളൊരു സംഭവമാണ് AMC 98611030. അപ്പോൾ ഇതാണ് ഒരു ഓർഡിനറി ടിക്കറ്റുള്ള സംഭവം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.